ഹൈവേഴ്സ് നമ്മുടെ തലയിൽ ഭയങ്കര ചില സമയത്തൊക്കെ ഭയങ്കര ഇച്ചിങ്ങും ഭയങ്കര സ്കാൽപ്പ് ഡ്രൈ ആവുക. അതുപോലെ തന്നെ നമ്മുടെ മലയാളികളുടെയൊക്കെ ഏറ്റവും എന്താ പറയുക ഒരു സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് തല മുഴുവൻ അങ്ങനെ കുറേ പാൻ വരിക എന്നുള്ളതാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എങ്ങനെ വിചാരിച്ചാലും നമ്മൾ എണ്ണ തേച്ച് കുളിക്കുന്നത് കൊണ്ടാട്ടോ നമുക്ക് ഇങ്ങനെ ഒരു പാൻ ശല്യം വരുന്നത്. പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഒക്കെ കുട്ടികൾക്ക് കിട്ടും. പാൻ ശല്യം എന്നത് മലയാളികൾക്ക് എപ്പോഴും ഉള്ളത് എണ്ണ തേക്കുന്നത് കൊണ്ട് മാത്രം. ഇപ്പം നാടുകളിലൊന്നും അധികം ഓയിലൊന്നും ആരും ഉപയോഗിക്കാറില്ല എന്ന് വെച്ചിട്ട് അത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ അധികമായാൽ അതൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ പാനിൻ്റെ ശല്യം പോകാൻ വേണ്ടിയിട്ടും സ്കാൽപ്പ് ക്ലെൻസ് ആവാനും സ്കാൽപ്പിൽ വരുന്ന ഇച്ചിങ്ങൾ മാറാനും സ്കാൽപ്പിൻ്റെ തലയോട്ടി നല്ല നീറ്റാവാനും എക്സ്പോളിയേറ്റ് ചെയ്യാനൊക്കെ ഈ വെറ്റിലയ്ക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഇപ്പോൾ നമുക്കറിയാം നമ്മളൊക്കെ ഇങ്ങനെ വഴിപാടുകളൊക്കെ വിചാരിക്കുമ്പോൾ പഴനി, തിരുപ്പതി അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് ആണെങ്കിൽ ആ സൈഡ്, മുസ്ലിംസ് ആണെങ്കിൽ അങ്ങനെ ആ സമയത്തൊക്കെ പഴയ കാലങ്ങളിൽ തല മൊട്ടടിച്ച് കഴിഞ്ഞാൽ ഈ വെറ്റിലച്ചാറും ചുമന്നുള്ളി കൂടി ഇടിച്ച് പിഴിഞ്ഞ നീര് സ്കാൽപ്പ് മൊത്തം തേച്ച് പിടിപ്പിച്ചിട്ട് വാഷ് ഓഫ് ചെയ്യുകയാണ് ചെയ്യുക. എനിക്ക് തോന്നുന്നു സവോള ജ്യൂസും ഇതിന് ഭയങ്കര നല്ലതാണ്. ഇതിലൂടെ അലോവേര ജ്യൂസ് ചേർക്കുന്നതും ഭയങ്കര നല്ലതാണ്. അപ്പോൾ ഈ വെറ്റില നല്ലതുപോലെ ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ ചാറും അല്പം നാടൻ നമ്മൾ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഒറിജിനൽ അലോവേര ജെല്ലും ഒപ്പം കുറച്ച് ഹണിയും ചുമന്നുള്ളി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ചതച്ച് ജ്യൂസ് എടുത്ത് നമ്മൾ സ്കാൽപ്പിൽ ഫുള്ള് തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. അലർജികൾ പോവും, ഡൈ ഉപയോഗിച്ചിട്ടുള്ള അലർജികൾ കൺട്രോൾ ആവും, പാൻ ശല്യങ്ങൾ നല്ലോണം കുറയും. മൊത്തത്തിലൊരു ഹൈജീൻ ഫീൽ നമുക്ക് വരും. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് എനിക്ക് കമൻറ്റ് ചെയ്യണേ. ബൈ.